അഞ്ചാം സ്ഥാനത്ത് നമ്മൾ തുടങ്ങുന്നത് കടലിന്റെ ഏറ്റവും ഭയാനകമായ ജീവിയിൽ നിന്നാണ്, മെഗലഡോൺ. ഇന്ന് നമ്മൾ കാണുന്ന ഏറ്റവും വലിയ വൈറ്റ് ഷാർക്കിന്റെ 3 ഇരട്ടി വലുപ്പമുണ്ടായിരുന്നു ഈ ഭീമൻ ജീവിക്ക്. നീളം 18 മീറ്റർ വരെ, പല്ലിന്റെ വലുപ്പം 20 സെന്റിമീറ്റർ. 2.3 കോടി വർഷം മുൻപ് മുതൽ 36 ലക്ഷം വർഷം മുൻപ് വരെ ഇവർ കടലിൽ രാജഭരണം നടത്തി. ഇവന്റെ കടിയുടെ ശക്തി ഒരു ആധുനിക കാറിനെ ഞെരച്ച് പൊടിക്കാൻ തക്കതാണ്. പിന്നെ എന്തുകൊണ്ടില്ലാതായി? കടലിന്റെ താപനില മാറി, ഇരകൾ കുറഞ്ഞു, അങ്ങനെ ഈ ഭൂമിയോട് വിട പറഞ്ഞു. 4-ാം സ്ഥാനത്ത് മൊസാസോറസ്. ജുറാസിക് വേൾഡ് സിനിമ കണ്ടവർക്ക് ഈ പേര് പരിചിതമായിരിക്കും. ഇത് ഒരു പല്ലിയുടെ ബന്ധുവാണ്. നീളം 17 മീറ്റർ, ഭാരം 15,000 കിലോഗ്രാം വരെ. ഇവർ ഇരയെ വെള്ളത്തിൽ നിന്ന് ചാടി പിടിച്ചിരുന്നു. ഒരു ഡോൾഫിനെയോ ഷാർക്കിനെയോ പോലെ ഒറ്റ കടിക്ക് ഇരയാക്കുമായിരുന്നു. 3-ാം സ്ഥാനത്ത് ആകാശത്തിന്റെ അധിപൻ ക്വെറ്റ്സൽകോട്ട്ലസ്. ഇതുവരെ ജീവിച്ചിരുന്നതിൽ ഏറ്റവും വലിയ പറക്കുന്ന ജീവിയാണിത്. ചിറക് വിരിച്ചാൽ 10 മുതൽ 12 മീറ്റർ, ഒരു ചെറിയ വിമാനത്തിന്റെ വലുപ്പം. ഉയരം 5 മീറ്റർ, ഒരു ജിറാഫിനോളം പൊക്കമുണ്ടായിരുന്നു ഇവന്. ഭാരം 250 കിലോഗ്രാം വരെയാണെങ്കിലും ഇവൻ ആകാശത്ത് ഉറച്ചു പറന്നിരുന്നു. ഡൈനോസർ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ഈ ജീവി ആകാശത്ത് ഒരു നിഴൽ പോലെ പറന്ന് ഇരകളെ റാഞ്ചിയിരുന്നു. ഭൂമിയിൽ ഇറങ്ങുമ്പോൾ ഇവൻ 4 കാലിലും നടന്നിരുന്നു, ശരിക്കും ഒരു ഡ്രാഗനെ പോലെ. 2-ാം സ്ഥാനത്ത് സ്പൈനോസോറസ്. നീളം 15 മുതൽ 18 മീറ്റർ, ഭാരം 20 ടൺ വരെ. ഇതുവരെ കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ ഇറച്ചി തിന്നുന്ന ഡൈനോസർ ഇതാണ്. ഇവന്റെ പുറത്ത് ഒരു വലിയ സെയിൽ, അതായത് ഒരു ചിറ പോലെയുള്ള ഘടന ഉണ്ടായിരുന്നു. 1.5 മീറ്റർ ഉയരമുള്ള ഈ സെയിൽ ശരീരത്തിൽ ചൂട് നിയന്ത്രിക്കാനും ഇണയെ ആകർഷിക്കാനും ഉപയോഗിച്ചിരുന്നു. ഇവൻ കരയിൽ മാത്രമല്ല വെള്ളത്തിലും ഇറങ്ങി നീന്തി മത്സ്യം പിടിക്കുമായിരുന്നു. ഇനി 1-ാം സ്ഥാനത്ത് ടീറെക്സ്. ഭൂമിയിൽ കണ്ടതിൽ വെച്ച് ഏറ്റവും ഭയാനകമായ ജീവി. 66 ദശലക്ഷം വർഷം മുമ്പ് ഈ ഭൂമിയിൽ ഇവൻ ചുവട് വെച്ചിരുന്നു. നീളം 12 മീറ്റർ, ഭാരം 8 ടൺ. ഇവന്റെ കണ്ണ് ഒരു ആധുനിക ടെലിസ്കോപ്പ് പോലെ കൃത്യതയുള്ളതായിരുന്നു. മൂക്ക് ഒരു ബ്ലഡ് ഹൗണ്ട് നായക്കുട്ടിയേക്കാൾ മൂർച്ചയുള്ളത്. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ, കൂട്ടുകാർക്ക് ഷെയർ ചെയ്യൂ.